ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മസാലയ്ക്കായിട്ട് കുറച്ച് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക. ചിക്കനിൽ പുരട്ടി വയ്ക്കാൻ മസാലയ്ക്കായിട്ട് ചെറിയ ജാറിൽ വെളുത്തുള്ളി, ഇഞ്ചി, 2-3 കാന്താരി മുളക് നമുക്ക് എടുത്തു വെച്ച ഈ മസാലയും അതിൻ്റെ ഒപ്പം ചേർന്ന് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഈ പൊടികളൊക്കെ കൂടി നമുക്ക് ഈ ചിക്കനിലേക്ക്, കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർക്കാം. കുറച്ച് ചിക്കൻ മസാല കൂടി ചേർക്കാം. ചിക്കൻ ആവശ്യമായ ഉപ്പും കുറച്ച് നാരങ്ങ പിഴിഞ്ഞതും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. കണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഒരു 5-10 മിനിറ്റ് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക്. അപ്പോൾ ഈ മസാലപ്പൊടികളൊക്കെ ചിക്കനിലേക്ക് പിടിക്കും. ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നെയ്യും കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സവോള അരിഞ്ഞതും പച്ചമുളക് മുറിച്ചതും ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു തക്കാളിയും ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. ഇതും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാളയും തക്കാളിയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ച് ചിക്കൻ അതിലേക്ക് ഇടാം. ചിക്കൻ വെന്തോട്ടെ, നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചോട്ടെ. നമുക്കൊന്ന് മൂടി വെച്ചിരിക്കാം. നമ്മുടെ ചോറിന് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് അരി കഴുകിയിട്ട് കൊടുക്കാം. ചിക്കൻ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. ചോറ് നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. കുറച്ച് നേരം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇന്ന് ചോറ് ഊറ്റിയിട്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, കുറച്ച് ചൂടാറാൻ വേണ്ടിയിട്ട്. ഒരു പാത്രത്തിൽ ചോറും ചിക്കനും പിന്നെ മല്ലിയിലയും പുതിനയിലയും സവോള ഞാൻ നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ലെയറാക്കി മാറ്റാം. ഞാൻ കുക്കിങ്ങിൽ വലിയ പ്രോ ഒന്നുമല്ല. എനിക്ക് അറിയണ പോലെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ചിലപ്പോൾ ഫ്ലോപ്പാവും, ചിലപ്പോൾ ഫ്ലോപ്പാവില്ല. അറിയില്ല എങ്ങനെ വരും എന്നുള്ളത്. കുക്കിംഗ് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കുക്കിംഗ് വീഡിയോ ഇടുന്നത്. എന്താവുമെന്ന് നോക്കാം. ഇതുപോലെ ലെയറായിട്ട് നമുക്ക് ചോറും ചിക്കനും കൂടിയിട്ട് ഇടാം. ഇടയിലിടയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റത്തെയാണ് ചിക്കൻ ഇട്ട ശേഷം കഴിഞ്ഞ ചോറും എല്ലാം കൂടി കുറച്ച് നെയ്യ് ഒഴിച്ചു. നമുക്കിന്ന് മൂടി വെച്ചിട്ട് അടുപ്പിലൊരു 5 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കാം.
ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ആക്ച്വലി എൻ്റെ ചോറ് കുറച്ച് കുഴഞ്ഞിട്ടുണ്ട്. ഒരുപാട് നേരം വെക്കാനും പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എടുത്തതും. ബിരിയാണിയുടെ അരി ഏത് അരിയാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാനതിൽ പറയാതിരുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ എടുത്തു. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാൻ എനിക്ക് അറിയണ പോലെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കിയതാണ്. എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബൈ.